ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഉരുക്ക് വെളിച്ചെണ്ണ എങ്ങനെയാണ് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കുക എന്നുള്ള വീഡിയോയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വൈകിക്കാതെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 6 തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. കുഞ്ഞു കുഞ്ഞു തേങ്ങാട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ എമൗണ്ടിൽ വെളിച്ചെണ്ണ ഒന്നും കിട്ടില്ല. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കൊടുവാൾ വെച്ചിട്ട് തേങ്ങ പൊട്ടിച്ചിട്ട് ഇതിനുള്ളിലുള്ള വെള്ളം മാറ്റി കൊടുക്കണം. അപ്പം ഇതുപോലൊരു പാത്രത്തിലേക്ക് വെള്ളം മാറ്റി കൊടുക്കുകയാണ്. ഇപ്പം തേങ്ങ മുഴുവനായിട്ടും പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ചിരവ വെച്ചിട്ട് ചിരകിയെടുക്കാവുന്നതാണ്. അങ്ങനെ തേങ്ങയും മുഴുവനായിട്ടും ചിരകി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു തേങ്ങ നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തേങ്ങയുടെ എല്ലാ ഭാഗത്തും ചൂടെത്തുന്ന വിധത്തിലൊന്ന് ചൂടാക്കിയെടുക്കുകയാണ്. ഓവറായിട്ട് ചൂടാക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. തേങ്ങ എല്ലാ ഭാഗവും ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് കുറച്ചായിട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് മാത്രം അരയാൻ പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. ഇനി അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ മുഴുവനായിട്ട് നമുക്കൊന്ന് തേങ്ങാപ്പാലും തേങ്ങാപ്പീരയും ഒന്ന് വേർതിരിച്ചെടുക്കണം. അപ്പം ഇതുപോലൊരു അരിപ്പയിലൂടെ നമുക്ക് നന്നായിട്ട് തന്നെ പ്രസ് ചെയ്തിട്ട് തേങ്ങാപ്പാലൊന്ന് വേർതിരിച്ചെടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ വെച്ചിട്ടുള്ള ആ ഒരു ഉരുളിയിൽ തന്നെ കേട്ടോ തേങ്ങാപ്പാൽ വേർതിരിച്ചെടുക്കുന്നത്. ഇത്രയും തേങ്ങാപ്പാലാണ് നമുക്ക് ഈ ഒരു 6 തേങ്ങയിൽ നിന്നായിട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് തന്നെ തിളപ്പിച്ച് കൊടുക്കണം. ഈ ഒരു സമയത്ത് നമ്മൾ കൂടുതലായിട്ടൊന്നും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഈ ഒരു തേങ്ങാപ്പാലൊന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ തേങ്ങ തിളച്ചുകൊണ്ട് വരുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇപ്പം തേങ്ങാപ്പാൽ നന്നായി തന്നെ വറ്റി വന്നിട്ടുണ്ട്. ഒരു ഭാഗത്തേക്ക് വെളിച്ചെണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു നിറത്തിലുള്ള വെളിച്ചെണ്ണയാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കൊരു മഞ്ഞ കലർന്നിട്ടുള്ള വെളിച്ചെണ്ണയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു വൈറ്റ് ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു വൈറ്റ് ഭാഗം ഒരു ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് നമുക്ക് ചെറിയ തീയിലൊന്ന് കത്തിച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു ബ്രൗൺ കളറാകുമ്പം വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ നമുക്ക് മുഴുവനായിട്ടും കിട്ടുന്നതാണ്. ഈ ഒരു സമയത്ത് നമ്മൾ വെളിച്ചെണ്ണ എടുക്കുമ്പോൾ നമുക്ക് മുഴുവനായിട്ട് വെളിച്ചെണ്ണ കിട്ടണമെന്നില്ല, പകുതി ഭാഗം ആ ഒരു വൈറ്റ് ഭാഗത്ത് തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നല്ല ബ്രൗൺ കളറാകുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് കത്തിച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണ മാറ്റിയെടുക്കാവുന്നതാണ്. മറ്റു ഭാഗമൊക്കെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വെളിച്ചെണ്ണയ്ക്ക് ഒരു മഞ്ഞ നിറവും കൂടെ വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് ഈ ഒരു ബ്രൗൺ ഭാഗം ഇതുപോലെ മുകളിലേറ്റ് മാറ്റി കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഇതിൽ നിന്ന് നമുക്ക് വേർതിരിച്ച് എടുക്കാവുന്നതാണ്. വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഉരുളി ഒന്ന് ചരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ താഴോട്ട് ഊറി വരും. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഈ ഒരു വെളിച്ചെണ്ണയുടെ സ്മെല്ല് കൊണ്ട് തന്നെ നമ്മൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കി പോകും. മാത്രമല്ല ഇത് നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും തരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ. താങ്ക് യു.